എല്ലാ ചേട്ടന്റെ ചേച്ചിന്റെ എല്ലാവർക്കും നമസ്കാരം. അച്ഛാമാരെ നമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പുട്ട്. പുട്ടോ? ആമാം പുട്ട്. പുട്ട് ഉണ്ടാക്കാൻ സമയമായി. നമ്മൾ പോയി പുട്ട് ഉണ്ടാക്കാം. കേട്ടോ, പുട്ട് കളിക്കാൻ എല്ലാവരും പറഞ്ഞേ. നമ്മൾ തേങ്ങായാക്കാൻ തിരുവാൻ പോകുന്നത്. അതുക്ക് മുതൽ തേങ്ങായ ഉടയ്ക്കണം. ഇത് സാധനം ശരി സാധനം കേട്ടേ. മംഗളകരമാ തീ ഉണ്ടാക്കാം. ചേട്ടന്മാരെ ചേച്ചിമാരെ, നമ്മളിപ്പോ ഇതുക്കുള്ള ഇരുക്ക തണ്ണിയെ ചൂടാക്കാം. നമ്മളിപ്പോ മാവ് പുരട്ടാൻ പോകുന്നു. പുട്ട് ഉണ്ടാക്കാം. മാവ് വേറെ തന്നെ പുട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ മാവില് കുറച്ചിട്ട് ഉപ്പ് നനയ്ക്കാം. തണുത്ത വെള്ളം. നിങ്ങൾക്ക് ഇതേപോലത്തെ കൈക്ക് മസാജ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ മാവ് പെസയാണ്. ഏകദേശം മാവ് പരുവത്തേക്ക് എത്തി. നമ്മൾ വിരവിന മാവ് നന്നായിട്ട് വന്ന് കിട്ടി. പിന്നെ നമ്മ പുട്ടുകളിന്റെ അകത്തേക്കുള്ള മാവ് ഏറ്റാം. ചെറുതളവ് തേങ്ങ ഇവിടെ ഒരു പിടിയുടെ കയ്യില് മാവെടുത്ത് അകത്തേക്കുള്ള പതുക്കെ തട്ടി ജള്ള കൂടാ തേങ്ങ. ഇത് വന്നിട്ട് ഇടയിലുള്ള സ്റ്റെപ്പ് കാക്കാം. മാവ് ഏറ്റി കളിഞ്ഞ് പിന്നെ ഇത് നമ്മ അങ്ങനെ പുട്ടുകുടത്തിന്റെ വെച്ച് പണിയെ തുടങ്ങാം. പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് ഒരു 5 നിമിഷം അല്ലെങ്കിൽ ഒരു 10 നിമിഷം കളിച്ച് നമ്മൾ നോക്കാം. മുകളിലുണ്ട് ആവി വരുത്. ഇപ്പൊ ഇത് നന്നായിട്ട് വന്നിരിക്കും. നമ്മളിപ്പോ ഇത് എടുക്കാം. അടിപൊളി പരുവത്ത് വന്നിருக்கு. അച്ഛാമാരെ, പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചാപ്പിട പറയണേ. അമ്മച്ചി, ഇതന്നെ കടൈസി പുട്ട്. നമ്മ ഇത് എടുക്കാം. തോക്കടാ. ചേട്ടാ ചേച്ചി, പുട്ട് അടിപൊളിയാണ്. പുട്ടിന്റെ മണം വേറെ ലെവലാണ്. മണം കേട്ട് 3 കുഞ്ഞുങ്ങ തിന്നാൻ വേണ്ടി വന്നത്. കുഞ്ഞുങ്ങളാ കളിച്ചോ? വേറെ ലെവൽ. രണ്ടും പറ. மச்சாமாரே, அடிபொலியான புட்டு. இந்த புட்டோட பீஃப் சேர்த்து சாப்பிடும்போது அருமையா இருக்கு.